കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ആദ്യഘട്ടത്തിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ പുഴയിൽ റഡാർ പരിശോധന നടത്തും. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് അത്ര പ്രായോഗികമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ തിരച്ചിൽ തുടരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടോ? സ്മിത, ഇതില് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നേവി പങ്കുവച്ച വിവരമനുസരിച്ച് 3 നോട്ട്സിൽ താഴെയാണ് ഗംഗാവലി പുഴയിലെ നിലവിലെ അടിയൊഴുക്ക്. അതോടൊപ്പം തന്നെ ഷിരൂരിലും ഉത്തര കന്നഡ ജില്ലയിലും മഴ മാറി നിൽക്കുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമാണ്. അതുകൊണ്ട് തിരച്ചിൽ പുനരാരംഭിക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട് എന്നതാണ് ഇന്നലത്തെ ഈ റിവ്യൂ മീറ്റിംഗ് വിലയിരുത്തിയത്. അതിനുശേഷമാണ് ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്ന തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഇന്ന് പ്രധാനമായും 2 ഘട്ടങ്ങളിലായിരിക്കും ഈ തെരച്ചിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക. അത് ആദ്യഘട്ടത്തിൽ പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിലിലേക്ക് നേവി കടക്കില്ല. അതിനു പകരം നേരത്തെ നമ്മൾ ഡ്രോൺ റഡാർ പരിശോധനകളിൽ കണ്ടെത്തിയ 4 സ്പോട്ടുകളുണ്ട്. അതിൽ 4ാമത്തെ സ്പോട്ടിലാണ് കൂടുതൽ സാന്നിധ്യം, ഈ ലോറിയുടെ സാന്നിധ്യം ഈ സംശയിക്കപ്പെടുന്നത്. ഇതുൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും റഡാർ പരിശോധിക്കും. അതായത് ലോറിയുടെ സാന്നിധ്യം കൃത്യമായി മാർക്ക് ചെയ്യുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. ആ റഡാർ പരിശോധനയ്ക്ക് ശേഷം അത് മാർക്ക് ചെയ്തതിനു ശേഷമായിരിക്കും ഈ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയിലേക്ക് കടക്കും. അത് 2ാം ഘട്ടമായിരിക്കും. എന്തായാലും രാവിലെ 9 മണിയോടെ നേവി സംഘം, കാർവാറിൽ നിന്നുള്ള സംഘം ഷിരൂരിൽ എത്തിച്ചേരും എന്നതാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം. അതിനുശേഷം അവർ പുഴയിലെ അടിയൊഴുക്ക് വീണ്ടും ഇന്ന് രാവിലെ ഒരിക്കൽ കൂടി പരിശോധിക്കും. പിന്നീട് റഡാർ പരിശോധന നടത്തും. 2ാം ഘട്ടമെന്നോളം പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിലേക്ക് കടക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്മിത, ശരി. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.